ഹായ് ഓൾ വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോളൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഞാൻ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണം വരെ എടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിലാണെങ്കിൽ ഒരു വിസിൽ കൊടുത്താൽ മതി. ഞാനിപ്പോൾ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്കാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ക്യാരറ്റൊക്കെ അത്യാവശ്യം നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേവും ക്യാരറ്റ്, അതുകൊണ്ടാണ് ഞാൻ പാത്രത്തിൽ വെച്ചത്. ഇനിയിപ്പോൾ കുക്കറിലായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഊറ്റി മാറ്റി വെക്കാം. ഇപ്പം ഞാൻ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്. നല്ല പോലെ ചൂടോടുകൂടി ഇട്ട് കൊടുക്കല്ലേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 4 കോഴിമുട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ കോഴിമുട്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 5 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് എന്തായാലും ചേർത്ത് കൊടുക്കണേ. ഇനി 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. ഇനി ഇച്ചിരി കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടി ഇല്ലെങ്കിൽ 2 ഏലക്ക ഇട്ട് കൊടുത്താലും മതി. 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ബ്രെഡിൻ്റെ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത രീതിയിലായിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ക്യാരറ്റ് പോള ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കോരി മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യൊന്നും വേറെ ഒഴിച്ചു കൊടുക്കണ്ട. ഇതിൽ തന്നെ അത്യാവശ്യം നെയ്യുണ്ട്. നമുക്ക് നേരത്തെ ക്യാരറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ പാത്രം ഒന്ന് മെല്ലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ നടുക്ക് മാത്രം കട്ടിയായിട്ട് പോവും. ഇനി ഇതിൻ്റെ അടിയിലേക്ക് ഞാനൊരു പഴയ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിങ്ങനെ തന്നെ ചെയ്യണേ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുകൊണ്ട് ഒരു പഴയ പാൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ക്യാരറ്റ് പോളൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 25 മിനിറ്റാണ് എനിക്കായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കത്തീൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പോളാണ്. ഇത് സൈഡെല്ലാം വിട്ട് വന്നത് കണ്ടോ. വെന്ത് വരുമ്പം അങ്ങനെയെല്ലാം വിട്ട് വരും കേട്ടോ. മേലെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ഒട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ ഒട്ടൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതിയേ. ഇപ്പോൾ അത് ക്യാരറ്റ് പോളം അത്യാവശ്യം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിൽ നിന്നൊന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചിടാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നോമ്പുറക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തിരിച്ചിട്ട് ചൂടോടുകൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തിരിച്ചിടാത്തത്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ അടിവശമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ പാൻ എന്തായാലും വെക്കണേ. പിന്നെ നിങ്ങളിത് തിരിച്ചിടുന്നുണ്ടെങ്കിൽ വെറും 2 സെക്കൻഡ് മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ വെക്കരുതേ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് പോളാണ്. ഇഫ്താറിനൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് ഒന്നിനും പറ്റിയില്ല, തിരക്കായതുകൊണ്ട്. അപ്പോൾ ഇനിയും ഞാൻ എൻ്റെ വീഡിയോയിൽ നല്ല നല്ല വീഡിയോസുകൾ, ഇഫ്താറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോകൾ ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണാം. താങ്ക്